ഹലോ എവറി വൺ, എൻ്റെ പേര് ലുലു. ഞാൻ അബ്സല്യൂട്ട് മൈൻഡിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് നമ്മുടെ ടോപ്പിക്ക് ടീനേജേഴ്സിനെ കുറിച്ചിട്ടാണ്. ടീനേജേഴ്സ് പൊതുവേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് 13 മുതൽ 18 ഇയേഴ്സ് വരെയുള്ള കുട്ടികളെയാണ് ടീനേജേഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു ഫാസ്റ്റ് വേൾഡിൽ നമുക്ക് വേണമെങ്കിൽ 11-12 ഇയേഴ്സ് ഒക്കെ ടീനേജേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവരുടെ ഒരു ഫിസിക്കൽ ചേഞ്ചും ഒരു മെൻ്റൽ ചേഞ്ചൊക്കെ കുറച്ച് ഏർലിയാണ്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ടീനേജേഴ്സാണ്. നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് നമ്മളൊരു ടീനേജറിനെ എന്തായാലും ഇടപഴകുന്നുണ്ടാവും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ, ഇവളിപ്പം പണ്ടത്തെ പോലെയല്ലല്ലോ, എന്തൊക്കെയോ ചേഞ്ചസ് ഒക്കെ വരാൻ തുടങ്ങിയെന്ന് നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അവർക്കും അവരുടെ ഉള്ളിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മളിപ്പം കുട്ടികളാണോ അതോ എഡൾട്ട്സ് ആണോ? ആ ഒരു ട്രാൻസിഷൻ അവർക്ക് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം അവർക്ക് ഒരുപാട് നല്ലൊരു എക്സ്പീരിയൻസസ് ഉള്ള ഒരു ടൈം കൂടിയാണ് ടീനേജ് എന്ന് പറയുന്നത്. ടീനേജേഴ്സിൽ പൊതുവേ നമ്മൾ 4 കാര്യങ്ങളാണ് ഫോക്കസ് കൊടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നോവൽറ്റി സീക്കിംഗ് ആണ്. നോവൽറ്റി സീക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പുതിയ കാര്യങ്ങളോടുള്ള എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു കൗതുകം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീനേജർ ആകുമ്പോഴേക്കായിരിക്കും അവർക്ക് ചിലപ്പം മേക്കപ്പിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടുന്നത്, അല്ലെങ്കിൽ ഡ്രൈവിങ് പഠിക്കണം, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യണം, അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കരമായിട്ടും താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെതായ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ നോവൽറ്റി സീക്കിംഗ് ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ആവാനുള്ള അവരുടെ ഒരു ഇഷ്ടമാണ്. അപ്പം ടീനേജേഴ്സിലെ ഒരു 70-80% കുട്ടികളും ആ ഒരു റിലേഷൻഷിപ്പിലാണുള്ളത്. അത് പാരൻസിന് ചിലപ്പം അറിയണമെന്നില്ല, പക്ഷെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ കുട്ടികൾക്കും ഒരു ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ ഒക്കെ ഉണ്ടാവും. പൊതുവേ നമ്മൾ പാരൻസ് നമ്മളെ കുട്ടികളൊക്കെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലുണ്ട്, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചീത്ത പറയാനാണ് പതിവ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ പേടിയുള്ള ഒരു ഹോം എൻവയൺമെൻറ്റിലാണ് ആ കുട്ടി ഉള്ളതെങ്കിൽ അതിനനുബന്ധിച്ചോട്ട് വരുന്ന പ്രശ്നങ്ങൾ പറയാനും അവർക്ക് പാരൻസിനോട് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതാണൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് നോവൽറ്റി സീക്കിങ്ങിൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് എക്സ്പ്ലോറിംഗ് ആണ്. ക്രിയേറ്റീവ് എക്സ്പ്ലോറിങ്ങിൽ ആ ഒരു നെയിം സജസ്റ്റ് ചെയ്ത പോലെ തന്നെ പുതിയ പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് അവർക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ടും താല്പര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ കുക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ടീനേജേഴ്സാണ് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളായിട്ട് മുന്നോട്ട് വന്നിട്ട് വീഡിയോസൊക്കെ ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും ഒക്കെ ഫ്യൂഷൻ ആക്കിയിട്ട് അവർ പുതിയൊരു ട്രാക്ക് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു പണ്ടത്തെ ഒരു ടൈപ്പ് ഡാൻസും പുതിയൊരു ഹിപ്പ് ഹോപ്പ് ഡാൻസൊക്കെ മിക്സ് ആക്കിയിട്ട് നല്ല നല്ല വീഡിയോസും ഓഡിയോസും ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അവരുടെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗത്തിനെയും ആസ് അഡൾട്ട്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. കാരണം എപ്പോഴും നമ്മൾ പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പം അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ചെയ്യാനുള്ള ആ ഒരു സ്പേസ് അവിടെ നമ്മൾ കൊടുക്കുന്നില്ല. സോ ആ ഒരു പഠിത്തം എന്നുള്ളതും അവർ ചിലപ്പം ആ ഒരു ഗ്രാഫ് പോലും ഡൗൺ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കും നമ്മൾ അതിൻ്റെതായ ടൈം കണ്ടെത്തി അവരെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രമിക്കാം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ എൻഗേജ്മെൻ്റ് ആണ്. സോഷ്യൽ എൻഗേജ്മെൻറ്റ് പലപ്പോഴും പിയർ പ്രഷറായിട്ട് നമ്മൾ ഒരു നെഗറ്റീവായിട്ട് കാണാറുണ്ട്. ഓക്കെ, ഒരു കുട്ടി ഒരു പക്ഷേ ഒരു ആൺകുട്ടി ടീനേജർ ആകുമ്പോഴേക്കും അവർക്ക് ചിലപ്പം സിഗരറ്റ് സ്മോക്കിങ് അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസേജിലൊക്കെ ഒന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട്, അവരുടെ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം. അതുകൊണ്ടാണ് നമ്മൾ പിയർ പ്രഷർ എന്ന് പറയുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം സോഷ്യൽ എൻഗേജ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചിലപ്പം എക്സ്ട്രോവേർട്ടായിട്ടുള്ള ഒരു കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് കല്യാണത്തിനും പാർട്ടീസിനൊക്കെ പോകാൻ ഇഷ്ടമുള്ള കുട്ടികളായിരിക്കും. ചിലപ്പോൾ ഇൻട്രോവേർട്ടായിട്ടുള്ള കുട്ടികൾക്ക് അതൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ എന്ത് തന്നെയായാലും സോഷ്യൽ ഒരു എൻഗേജ്മെൻറ്റ് വേണ്ടത് അതൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർ ആൾക്കാരായിട്ട് സംസാരിക്കാനൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർക്ക് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചറിനോ അല്ലെങ്കിൽ നമ്മളൊരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള റിലേറ്റീവായിട്ട് സംസാരിക്കാനൊന്നും നമ്മൾ നിർബന്ധിക്കാതിരിക്കുക. അവർക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അവരുടെ ആ ഒരു ഡിസിഷനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാം. എന്നോടൊരു ക്ലയൻറ്റ് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ടീനേജർ ആയിട്ടുള്ളൊരു കുട്ടിയാണ്.
ആ കുട്ടി പറഞ്ഞു എൻ്റെ മാമിന് പണ്ട് എന്നെ വളർത്തിയിട്ടുണ്ട്, ഞാൻ ചെറുതായിട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഫുഡൊക്കെ തരാറുണ്ട്. പക്ഷെ ഞാൻ വലുതാവുന്നോറും ഒരു 4ാം ക്ലാസ്സൊക്കെ എത്തിയപ്പോഴേക്കും എനിക്ക് അയാളോട് ആ മാമൻ്റെ അടുത്തിരിക്കുന്നതൊന്നും ഇഷ്ടമല്ലാതായി. പക്ഷെ എൻ്റെ പാരൻസ് എന്നെ ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു അയാൾ ഒന്നിച്ച് കിടക്കാനും ഒക്കെ ആയിട്ട്. പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് ഡിസ്കംഫേർട്ട് ഉണ്ടാക്കുന്നുണ്ട്, എനിക്കൊരു ട്രോമയായിട്ട് തന്നെ ഇപ്പോഴും ഉണ്ടെന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള കുട്ടികൾ വലുതാകും തോറും അവർക്ക് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ അടുപ്പമുള്ള റിലേറ്റീവ് ആണെങ്കിൽ പോലും കുട്ടികൾക്ക് അത് കംഫർട്ട് ആവണമെന്നില്ല. സോ കുട്ടികളുടെ ആ ഒരു ഡിസിഷനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാം. 4ാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അവരുടെ ഈ ഒരു ഏജിലുള്ള ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയാണ്. പെൺകുട്ടികളൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് പീരിയഡ്സ് ഒക്കെ ആവാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോഴേക്കും അവരുടെ ഒരു സിവിയർ ആയിട്ടുള്ള മൂഡ് സ്വിങ്സ് നമ്മൾ കണ്ടുവരാറുണ്ട്. ചിലപ്പം ആ ഒരു വീക്കിലുള്ള ഒരു മൂഡ് സ്വിങ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള വീക്കിലേ ചിലപ്പം അവർക്ക് ആ ഒരു ആങ്കറോ സാഡ്നെസ്സോ ഫ്രസ്ട്രേഷൻ ഇറിറ്റേഷൻ അങ്ങനത്തെ പല ഇമോഷൻസിലൂടെയും അവർ കടന്നു പോകുന്നുണ്ട്. അപ്പം ആ ഒരു സമയം ഒക്കെ കണ്ട് അവരുടെ ചുറ്റുമുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ അതായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുക, അവരെ ഇമോഷൻസിനെ വാല്യൂ ചെയ്തുകൊണ്ട് അവരോട് സംസാരിക്കാം. കാരണം അവരുടെ ഈ ഒരു ട്രാൻസിഷൻ, കുട്ടികളിൽ നിന്ന് ഒരു അഡൾട്ട് ആവുന്ന ഒരു ട്രാൻസിഷനാണ് ടീനേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസിഷൻ നമുക്കും ആക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പം കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവും. ആസ് പാരൻസ് നമ്മളും പറയും, ഓക്കെ നീ വലുതായില്ല, നീ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളും ചില സമയങ്ങളിൽ അവരെ കുറ്റപ്പെടുത്തി ചീത്ത പറയാറൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളും പറയും, എന്തുകൊണ്ട് നീ നമ്മൾ അനുസരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതും നമ്മൾ പറയും. അപ്പം ഈ ഒരു ട്രാൻസിഷന് അവർ നല്ലൊരു ബ്യൂട്ടിഫുൾ ജേർണി ആക്കാൻ വേണ്ടിയിട്ട് പാരൻസിൻ്റെ സപ്പോർട്ടും കൂടി ആവശ്യമാണ്. അപ്പം ഇതുപോലെ ടീനേജേഴ്സൊക്കെ ഉള്ള കുട്ടികൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ക്ലോസ് റിലേറ്റീവ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ളൊരു സ്പേസ് പാരൻസ് കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാ പാരൻസിനോടും അവർ എത്ര ക്ലോസ് ആണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും പാരൻസിനോട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ അവർ ചിലപ്പോൾ സൈക്കോളജിസ്റ്റായിട്ട് സംസാരിക്കേണ്ട വരും. അപ്പം ചില ക്ലയൻസ് എന്നോട് വന്നിട്ട് പറയാറുണ്ട്, ഞാൻ അമ്മയായിട്ടൊക്കെ ഭയങ്കര ക്ലോസ് ആണ്, പക്ഷേ ഈ കാര്യം അമ്മക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് അവർ നമ്മളോട് അത് പറയുന്നു? അപ്പം നമ്മളോടൊരു ട്രസ്റ്റ് അവർക്ക് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ, ടീനേജേഴ്സ് മാത്രമല്ല, ഈവൻ ചെറിയ കുട്ടികൾക്ക് പോലും എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വിദഗ്ധനെ പോയിട്ട് കാണാം, അതായത് ഒരു സൈക്കോളജിസ്റ്റിനെ, കൗൺസിലറെ പോയിട്ട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇതുപോലെയുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ വർഷങ്ങളുടെ കൗൺസിലിംഗ് മേഖലയിലെ പരിചയവും കേരളത്തിൽ തന്നെ ഒന്നാമതായും നിൽക്കുന്ന സൈക്കോളജിസ്റ്റുകളുടെ സേവനം അബ്സല്യൂട്ട് മൈൻഡ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ഓഫ്ലൈൻ കൗൺസിലിംഗ് സെന്ററുകളിലെത്തി സൈക്കോളജിസ്റ്റുകളെ നേരിട്ട് ലഭ്യമാക്കുന്നതിനും ഓൺലൈൻ ബുക്കിങ്ങിനും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും കൂടാതെ സംശയങ്ങൾ പരിഹരിക്കാനും താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അബ്സല്യൂട്ട് മൈൻഡ്, എ കംപ്ലീറ്റ് കെയർ ഫോർ യുവർ മൈൻഡ്. ആസ് പാരൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളൊരു 8-9 വയസ്സാകുമ്പോഴേക്കും നമ്മൾ പാരൻസിന് കുറച്ചൊരു ബോധം കാണും. അതായത് നമ്മളെ കുട്ടികൾ ടീനേജ് ഫേസിലോട്ടേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് പല മാറ്റങ്ങളും അവർക്ക് ഉണ്ടാവും, ശാരീരികമായിട്ടും മാനസികമായിട്ടും. അതായത് ഇപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പീരിയഡ്സ്, പ്യൂബിക് ഹെയർസ്, അതുപോലെ തന്നെ ആൺകുട്ടികൾക്കാണെങ്കിലും വിഷയം തടി വരുന്ന ആ ഒരു മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങുന്ന ഒരു പ്രായമാണ്. അപ്പം ഇതിനെക്കുറിച്ചിട്ടൊക്കെ അവർക്കൊരു അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളത് പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ചില പാരൻസ് അവർക്ക് അഥവാ അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിവില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ബുക്സും റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാം, എന്നിട്ടും അവർക്ക് കുട്ടികളോട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് കൗൺസിലറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അടുത്തോ ആയിട്ട് കൊണ്ടുവരേണ്ടതാണ്. ഇനിയിപ്പം ചിലപ്പോൾ അവരുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് പാരൻസിന് മനസ്സിലാവില്ല, പക്ഷെ ഒരു സൈക്കോളജിസ്റ്റിന് വേണമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ കുട്ടികൾ കൂടെ വരണം എന്ന് നിർബന്ധമില്ല. അഥവാ അതൊക്കെ ചെയ്തിട്ടും കൊളായി കിടക്കുന്ന പാരൻസ് ചിൽഡ്രൻ റിലേഷൻഷിപ്പും ഉണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കുട്ടികളെയും കൂടി കൊണ്ടുവരണം. കാരണം കുട്ടികളായിട്ട് നമ്മളെ അടുത്തേക്ക് വരുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് പാരൻസ് വേണം ഇത് ഉപദേശമല്ല, അല്ലെങ്കിൽ വെറുതെ ഒരു അഡ്വൈസ് തരുന്ന ഒരു സംഭവമല്ല കൗൺസിലിംഗ് എന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം അവർ കണ്ടുവരുന്ന കൗൺസിലേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും കേട്ടിട്ടുള്ളതോ ഇത് നിങ്ങൾ ഉപദേശിച്ച് നന്നാക്കുന്നതാണ്, അങ്ങനെയൊക്കെ ചിലപ്പോൾ അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൈക്കോളജിസ്റ്റ് അവരുടെ ആ ഒരു പ്രായമൊക്കെ മനസ്സിലാക്കി നമ്മളൊരു റാപ്പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്.
അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ പാരൻസ് തന്നെ മുൻകൈ എടുത്തിട്ട് കുട്ടികളെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവരേണ്ടതാണ്. കുട്ടികൾക്ക് പൊതുവേ റോൾ മോഡൽസ് എന്ന് പറയുന്നത് അവരുടെ പാരൻസ് ആയിരിക്കും. അതായത് പെൺകുട്ടികൾ അവരുടെ അമ്മമാരെ കണ്ടിട്ട് സാരി ഉടുക്കുക, മേക്കപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരുടെ അച്ഛന്മാരെ കണ്ടിട്ട് ഷർട്ടും ജീൻസൊക്കെ ഇടുക, അല്ലെങ്കിൽ ഡ്രൈവിങ്. അപ്പോൾ നമ്മുടെ പാരൻസ് ആണ് അവരുടെ ഒരു റോൾ മോഡൽസ് എന്ന് പറയുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അവർക്ക് ചിലപ്പം ആക്ടേഴ്സിനോടോ സെലിബ്രിറ്റീസിനോടോ ഒക്കെ റോൾ മോഡൽസ് ആക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം അതൊന്നും ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് അവരെ ആദ്യം പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വീട്ടിൽ അവർക്ക് പറ്റുന്ന ഒരു എൻവയൺമെന്റ് ആയിരിക്കണം നമ്മളെ വീട്ടിൽ. അതായത് ഈ ലുഡോ, ക്യാരംസ് ഒക്കെ നമുക്ക് വീട്ടിൽ കളിക്കാൻ നമ്മൾ കൂടെ ഇരുന്ന് കളിക്കുക. അപ്പൊ ഇതൊന്നും വീട്ടിലില്ലാത്തപ്പോഴാണ് അവർക്ക് ചിലപ്പം പുറത്ത് പോയിട്ട് ചിലപ്പോൾ കാശ് മുടക്കിയിട്ടൊക്കെ ഇതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്ന ഒരവസ്ഥ വരാൻ. അപ്പം നിങ്ങളുടെ ഒരു ഹോം എൻവയൺമെന്റും കുട്ടികൾക്ക് ചേർന്നതായിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ ചോദ്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്